ഇടുക്കിയിൽ റവന്യൂ വനം ഭൂമി കയ്യേറി അനധികൃത റോഡ് നിർമ്മാണം. നെടുങ്കണ്ടം ശൂലപ്പാറയിലാണ് ഏലം കൃഷിയുടെ മറവിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ട സ്വദേശി ഏലം കൃഷിക്ക് പാട്ടത്തിനെടുത്ത 20 ഏക്കർ സ്ഥലത്തിന്റെ മറവിലാണ് സർക്കാർ ഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷിഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചതിനൊപ്പം സമീപത്തെ സർക്കാർ ഭൂമിയും കയ്യേറുകയായിരുന്നു. 10 അടി വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട്. കേരള ഗവൺമെന്റും റവന്യൂ വകുപ്പും എടുത്തിട്ടുള്ള നിലപാടുകൾ ഏതു തരത്തിലുള്ള അനധികൃതമായ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ അനധികൃതമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആ കയ്യേറ്റം ഒന്നും തന്നെ ഒരു തരത്തിലും പാർട്ടി ന്യായീകരിക്കുന്നില്ല. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട അധികാരികളും പരിശോധിച്ചുകൊണ്ട് ആ കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. പട്ടയഭൂമിയിലൂടെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചെന്ന് മറ്റൊരു വ്യക്തി നൽകിയ പരാതിയിൽ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത്. സമീപ മേഖലയിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ പുതുതായി ഏലം കൃഷി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. നെടുങ്കണ്ടം പാറത്തോട് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറി. സംഭവത്തിൽ സ്ഥലമുടമകളോട് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചു. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഭൂരേഖ വിഭാഗത്തിന് ഉടുമ്പൻചോല തഹസിൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് സ്മൃതിയുടേത് തൂങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ ഉണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കും. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതിയെ തിങ്കളാഴ്ചയാണ് ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 1ാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. സ്മൃതി ജീവനൊടുക്കിയതല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള സംശയമാണ് ബന്ധുക്കൾ ഉയർത്തിയത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സ്മൃതിയുടേത് തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചത്. മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് കുമ്പള CI വിനോദ് കുമാർ വ്യക്തമാക്കി. ആത്മഹത്യാ പ്രേരണയുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിക്കിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായി ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ഡോക്ടർ സ്മൃതിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു സ്മൃതിയെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. 3 വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി സ്മൃതി ബന്ദിയോട്ടെ ആശുപത്രിയിലെത്തിയത്. ബന്ധുക്കൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സർജൻ ഇല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൊല്ലം തെന്മല ഉരുക്കുളം സ്മൃതി ഭവനിൽ കോമളരാജൻ ഷാനി ദമ്പതികളുടെ മകളാണ് സ്മൃതി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. തിരികെ ഇടവേളയ്ക്ക് ശേഷം ിൽ പൊന്നോണത്തിന് നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. ഇതുകൊണ്ടാണ് ആണുങ്ങൾക്ക് നെറ്റ് കെയറിലും ഹെയർ ലോസും ഒക്കെ കൂടുന്നത്. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ.